ഹായ് നമസ്കാരം, ഞാൻ ധന്യ. നമ്മൾ ഇന്ന് പ്രീതി സിയോൺ മിക്സർ ഗ്രൈൻഡറിൽ അതിൻ്റെ ഫുഡ് പ്രോസസ്സർ വെച്ചിട്ട് ചപ്പാത്തിക്കുള്ള മാവ് എങ്ങനെ പെട്ടെന്ന് കുഴച്ചെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ചപ്പാത്തിക്കുള്ള മാവൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഈ ഫുഡ് പ്രോസസ്സർ യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ സ്ഥിരമായിട്ട് രാവിലെ പൂരിയോ ചപ്പാത്തിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് പെട്ടെന്ന് തന്നെ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫുഡ് പ്രോസസ്സറാണ് അത്. അപ്പോൾ ഞാനതിൻ്റെ ജാറും ബ്ലേഡൊക്കെ ഒന്ന് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ ഫുഡ് പ്രോസസ്സർ. ഇതിൻ്റെ ഒരു ബേസാണ്. ഇത് നമ്മൾ മിക്സിയിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ജാറ് വയ്ക്കണത്. പിന്നെ ഇതിന് നമ്മൾ യൂസ് ചെയ്യണത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബ്ലേഡാണ്. ഇത് ഇതിലിങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ജാറിൻ്റെ നടുക്ക് വയ്ക്കും. ഇതിലേക്കാണ് നമ്മൾ ഇനി പൊടിയും വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് കുഴച്ചിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ലിഡ് വരുന്നത് ഇതാ. അപ്പോൾ ഇതിനൊരു ലോക്കുണ്ട്. അപ്പോൾ നമ്മൾ പൊടി ഇട്ടതിന് ശേഷം ഇത് കറക്റ്റായിട്ട് ലോക്ക് ചെയ്തിട്ട് തന്നെ വയ്ക്കണം, നമ്മൾ മിക്സി വർക്ക് ചെയ്യിപ്പിക്കണേക്കാളും മുൻപ്. ഇനി ഞാനതിലേക്ക് പൊടിയിട്ടിട്ട് ഇത് കുഴച്ചെടുക്കുന്നത് കൂടി ഒന്ന് കാണിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ ഒരു ഗ്ലാസ് വരുന്നുണ്ട്. നമുക്കിത് പൊടിയും വെള്ളവും എല്ലാം അളന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എടുക്കേണ്ട പൊടിയുടെയും ഇതിൻ്റെയൊക്കെ അളവ് ഇതുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ 1 ഗ്ലാസ് പൊടി എടുക്കുമ്പോൾ നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം, അതാണ് ഇതിൻ്റെ കണക്ക്. പിന്നെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് കൂടുതലോ കുറവായിട്ട് നമ്മൾ ചിലപ്പോൾ പൊടി അങ്ങോട്ട് മാറുമ്പോഴത്തേക്കും ചിലപ്പോൾ കുറച്ചളവ് വ്യത്യാസം വരും. അതൊന്ന് നമ്മൾ നോക്കിയിട്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിതിലിപ്പോൾ 1.5 ഗ്ലാസ് പൊടിയാണ് ചേർക്കുന്നത്. അതിലേക്കൊരു 3/4 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പൊടി ഇട്ടതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ആദ്യം ചേർക്കുക. അതിനുശേഷം ഒരു 10-15 സെക്കൻഡ് നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് വെള്ളത്തിൻ്റെ അളവൊന്ന് നോക്കിയതിന് ശേഷം ബാലൻസ് വെള്ളം ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുക.